കൺഫ്യൂസിങ് പ്രോബ്ലംസ് പാർട്ട് 5. ചില കണക്കുകൾ നമ്മൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും. അങ്ങനത്തെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ജോഡി കണക്കുകൾ നമ്മളിവിടെ ചെയ്യുന്നത്, നമുക്കിവിടെ 3 ഫ്രാക്ഷൻസ് തന്നിരിക്കുകയാണ്. 2/5, 3/10, 4/10, 3 ഭിന്നസംഖ്യകൾ. ഇതിൻ്റെ ലസാഗു കാണണം, അതേ ഭിന്നസംഖ്യകളുടെ ഉസാഖ കാണണം, LCM കാണണം, SCF കാണണം. നമുക്ക് ഇങ്ങനെ ഫ്രാക്ഷൻസ് ആയിട്ട് വരുമ്പോൾ LCM കാണാനുള്ള ഫോർമുല അംശങ്ങളുടെ LCM ബൈ ഛേദങ്ങളുടെ HCF. അതായത് LCM ആണ് ഫ്രാക്ഷൻസ് വന്നിട്ട് LCM കാണണമെങ്കിൽ അംശങ്ങളുടെ LCM, അംശത്തിൽ LCM, ഛേദങ്ങളുടെ HCF. അതേപോലെ HCF ആകുമ്പോൾ നേരെ തിരിച്ചു വരും. ഏതാണോ കാണേണ്ടത് അത് അംശമായിട്ട് എഴുതുക. LCM അല്ലേ, അപ്പോൾ അംശങ്ങളുടെ LCM ബൈ ഛേദങ്ങളുടെ HCF. ഇവിടെ ഏതാ കാണേണ്ടത്? ഉസാഖയാണ്. അപ്പോൾ അംശങ്ങളുടെ HCF ബൈ ഛേദങ്ങളുടെ LCM. ഇതാണ് ഫോർമുലകൾ തമ്മിൽ വ്യത്യാസം. എന്താണോ കാണേണ്ടത് അത് അംശം. ഇവിടെ LCM കാണുന്നു, അത് അംശം. ഇവിടെ HCF കാണുന്നു, അത് അംശം. ഛേദം മറ്റേത്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം? അംശങ്ങളുടെ LCM കാണണം. 2, 3, 4 LCM. 2, 3, 4 LCM. നമുക്ക് എന്ത് ചെയ്യാം? 2 കൊണ്ട് ഹരിക്കുമ്പോൾ 2, 2, 3നെ ഹരിക്കാൻ പറ്റില്ല, ഇറക്കിയിട്ടു. 4, 2, 4. ഇനി 2 × 3 × 2, 3, 6, 2, 12 ആണ് എന്ത്? അംശങ്ങളുടെ LCM നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാണ്? 12 ബൈ ഛേദങ്ങളുടെ HCF 5, 10, 10 HCF 5, 10, 10 HCF കാണണം. എല്ലാത്തിനും നമുക്ക് 5 കൊണ്ട് ഹരിക്കാം. 1, 5, 5, 10, 5, 10. ഇനി അത്രയേ ഉള്ളൂ, 1 മാറി. അപ്പോൾ എല്ലാത്തിനെയും ഹരിക്കാൻ പറ്റുന്ന സംഖ്യയാണ് HCF. അപ്പോൾ ഉത്തരം 5 ആണ്. അപ്പോൾ ഉത്തരം ഈ ഭിന്നസംഖ്യകളുടെ LCM എത്ര? 12/5. ഇനി നമുക്ക് അതുപോലെ എന്ത് കാണണം? അംശങ്ങളുടെ HCF കാണണം. ഏതിൻ്റെയൊക്കെയാണ്? 2, 3, 4 HCF. 2, 3, 4 HCF 1 ആണ്. കാരണം എന്താ? ഇതിനെ 3നെ ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഇല്ല, അപ്പോൾ HCF 1 ആണ്. പൊതു ഘടകമില്ല, അതുകൊണ്ട് അംശങ്ങളുടെ HCF 1 ആണ്. ബൈ ഛേദങ്ങളുടെ LCM ഏതിൻ്റെയൊക്കെ? 5, 10, 10 അതിൻ്റെ LCM 5, 10, 10 LCM. 5 കൊണ്ട് ഹരിക്കുമ്പോൾ 1, 5, 5, 10, 5, 10. വീണ്ടും 2 കൊണ്ട് ഹരിക്കുമ്പോൾ 1, 1, 1. 5 × 2 10 LCM 10 ആണ്. ഉത്തരം 1/10.